നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തതോടുകൂടി കേരള കോൺഗ്രസ് എമ്മും സിപിഎമ്മും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിൽ വിള്ളൽ ഏൽക്കുമോ എന്നറിയാൻ കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ് കേരളം. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിലാണ് മുഖ്യമന്ത്രിയും ജലമന്ത്രിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ 1400 കോടിയുടെ പദ്ധതി തയ്യാറാക്കി അനുമതിക്കായി മന്ത്രി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് വകയില്ല എന്ന വാദവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത്. ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണ്. വിഷയത്തിൽ നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപി രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല. പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടർന്നു പോകും. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്കയും ഉണ്ടാകേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ സംഭവിക്കും, പെട്ടെന്നില്ല എന്ന് മാത്രം. കേന്ദ്ര സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്ന് ഡീനും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. 130 വർഷം പഴക്കമുള്ള ഡാമാണിത്. പിന്നെ എങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബീരാൻ എംപിയും രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സൂക്ഷ്മമാണോ എന്ന് ജനങ്ങളോട് പറയണമെന്നും അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി ജില്ലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റിന് മുല്ലപ്പെരിയാർ സങ്കീർണമായ വിഷയമാണ്. മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ട് തുടങ്ങിവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാനാവില്ല. 1400 കോടി വേണമെന്നാണ് ജലവകുപ്പിന്റെ ആവശ്യം. എന്നാൽ ധനമന്ത്രി ബാലഗോപാൽ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴുള്ള അണക്കെട്ടിന്റെ 366 മീറ്റർ താഴെയാണ് പുതിയ അണക്കെട്ടിന് കേരളം സ്ഥലം കണ്ടത്. KM മാണി ധനമന്ത്രിയായിരിക്കെയാണ് പുതിയ അണക്കെട്ടെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ബജറ്റിൽ അദ്ദേഹം തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പദ്ധതിയുടെ കരട് തയ്യാറായിട്ടില്ല. 2011 ആദ്യ കരട് തയ്യാറാക്കിയപ്പോൾ 600 കോടിയായിരുന്നു ചെലവ്. തമിഴ്നാട് അനുമതി നൽകിയാൽ മാത്രമേ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള സാധ്യത കുറവാണ്. പുതിയ അണക്കെട്ടിനെ തുടക്കം മുതലേ തമിഴ്നാട് എതിർക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് 131.75 അടി വരെ ഉയർന്നിരുന്നു. എന്നാൽ അത് 131.4 അടിയായി കുറഞ്ഞു. 136 അടിയിലെത്തിയപ്പോൾ തമിഴ്നാട് സ്പിൽവേ തുറക്കുകയും അണക്കെട്ടിന്റെ അനുവദനീയമായ സംഭരണശേഷി 142 അടിയാണ് എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. TPR കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്ക് സമർപ്പിക്കും. പരിസ്ഥിതി അനുമതി പ്രധാനമായതിനാൽ വിശദ TPR അനിവാര്യമാണ്. തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. അതേസമയം മുല്ലപ്പെരിയാറിലെ പുതിയ ഡാം നിർമ്മിക്കാൻ കേരളത്തിന് അനുമതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. പുതിയ ഡാം നിർമ്മിക്കാൻ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം വിദഗ്ധ സമിതി പരിഗണിക്കാനിരിക്കെയാണ് സ്റ്റാലിൻ കത്ത് നൽകിയത്. സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാനുള്ള ഈ നീക്കമാണ്. പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ പറയുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ 7 വർഷം വേണ്ടിവരും എന്നാണ് ജലസേചന വകുപ്പിന്റെ നിഗമനം. അടിയന്തര ആവശ്യവുമായി വേണ്ടിവന്നാൽ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. മുല്ലപ്പെരിയാറിലെ പാവങ്ങളെ ഇടത് സർക്കാർ വീണ്ടും തേച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് 2011 ഗവർണർ നയപ്രഖ്യാപനം നടത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടത്തുന്ന ഒളിച്ചുകളി ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കോടികൾ വാങ്ങിയ ശേഷം നടത്തുന്ന കളിയാണെന്ന് ഇടുക്കി ജില്ലക്കാർ പറയുന്നത് വെറുതെയല്ല. മുമ്പും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാതിരിക്കാൻ തമിഴ്നാട് കോടികൾ മുടക്കുന്നതാണ്. കേരളത്തിലെ മന്ത്രിമാരാണ് ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ. എന്നാൽ പഴയതുപോലെ ഇക്കുറി കേരളത്തിൽ പൊട്ടൻകളി നടക്കുകയില്ല. സുപ്രീം കോടതിയിൽ നൈസായി കേരളം കേസ് തോറ്റതുപോലെയുള്ള കളി തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന കേരള നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായി എതിർത്ത തമിഴ്നാട് രംഗത്തെത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്ന സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ അണക്കെട്ടിനെ കുറിച്ചുള്ള ഭാഗം സുപ്രീം കോടതി ഉത്തരവിനെ അവഹേളിക്കലാണ്. അണക്കെട്ട് സുരക്ഷിതമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതിയ അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്ന് തമിഴ്നാട് മന്ത്രി പറഞ്ഞു. അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ എതിർക്കുമെന്നും തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈസ്വാമി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി.
മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന് മരം മുറിക്കാൻ കേരളം രഹസ്യ അനുമതി നൽകിയത് മറക്കാറായിട്ടില്ല. തമിഴ്നാടിന് അനുകൂലമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ നീങ്ങുന്നത് സർക്കാർ ഉന്നതരാണ്. ജലവിഭവ മന്ത്രി ഇക്കാര്യങ്ങൾ അറിയാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ വാക്കുകൾ തൽക്കാലം വിശ്വസിക്കാൻ പ്രയാസമാണ്. മച്ചാന്മാരായ പിണറായിയും സ്റ്റാലിനും ചേർന്ന കേരളത്തെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഇടത് സർക്കാരിന്റെ അസ്ഥിവാരം ഇളക്കുമെന്ന് ഉറപ്പായി. ജനങ്ങളുടെ ആശങ്കയ്ക്കും കേരളത്തിന്റെ അഭ്യർത്ഥനയ്ക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് 2021 ഒരു മുന്നറിയിപ്പും നൽകാതെ തമിഴ്നാട് വീണ്ടും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വലിയ തോതിൽ വെള്ളം തുറന്നുവിട്ടത്. ഇതോടെ അനവധി വീടുകളിൽ വീണ്ടും വെള്ളം കയറി. ആയിരക്കണക്കിന് ആളുകൾ ഭീതിയിലായി. സെക്കൻഡിൽ 12,654 ഘനയടി വെള്ളം ആണ് പെരിയാറിലേക്ക് ഒഴുകിയെത്തിയത്. അതായത് 3,58,326 ലിറ്റർ. സീസണിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ വെള്ളം വിടുന്നത്. ജലനിരപ്പ് 142 അടിയിൽ നിർത്താനുള്ള തമിഴ്നാടിന്റെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായി 27 മണിക്കൂറിനിടെ 8 തവണയാണ് ഡാം തുറന്നത്. മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് കേരളം കരുതുന്നത്. ഇതിൽ ഒത്തുകളിയുണ്ടെന്നാണ് ആരോപണം. NK പ്രേമചന്ദ്രന്റെയും മറ്റും ആരോപണങ്ങൾ നീങ്ങുന്നത് ഇതേ ദിശയിലേക്കാണ്. ഇടതുപക്ഷത്തിന്റെ സഖ്യകക്ഷിയാണ് കേന്ദ്രത്തിൽ DMK. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ പിണറായിക്ക് നടത്താമായിരുന്നു. എന്നാൽ ഇതിനും അദ്ദേഹം തയ്യാറാവുന്നില്ല. മുഖ്യമന്ത്രിയുടെ കത്ത് തമിഴ്നാട് അവഗണിക്കുമെന്ന് ആരും കരുതുന്നില്ല. പിണറായിയെ ആദരവോടുകൂടി കാണുന്ന നേതാവാണ് MK സ്റ്റാലിൻ. അപ്പോൾ പിന്നെ നിഷേധാത്മക നിലപാടിന് പിന്നിൽ എന്താണെന്ന സംശയത്തിൽ കേരളം മറ്റ് വഴികൾ തേടേണ്ടതില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് തീരുമാനമെടുത്താൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. മുല്ലപ്പെരിയാർ സംരക്ഷിക്കുക എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോഴാണ് അതീവ ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ വൈദ്യുതി മന്ത്രി രംഗത്ത് വരുന്നത്. തമിഴ്നാടുമായി നല്ല ബന്ധം സൂക്ഷിക്കാനാണ് കേരളം ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്റ്റാലിനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കാണിക്കുന്നത് ശുദ്ധ അഭ്യാസ പ്രകടനമാണ് എന്ന് പിണറായിക്ക് അറിയാമെങ്കിലും അജ്ഞാതമായ കാരണത്താൽ അദ്ദേഹം നിശബ്ദത പാലിക്കാൻ പതിവ്. ഏതായാലും മുഖ്യമന്ത്രിയും ജലമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുന്നോട്ട് പോയാൽ കേരള ഭരണത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം.